ഇസ്ലാമിലേക്ക് മതം മാറേണ്ടി വന്ന സാഹചര്യം വെളിപ്പെടുത്തി കാസർഗോഡ് ഉദുമ സ്വദേശിനി ആതിര. താൻ മതപരിവർത്തനത്തിന് വിധേയയായത് സഹപാഠികൾ ഭയപ്പെടുത്തിയിട്ടാണെന്ന് ആതിര വെളിപ്പെടുത്തി. തെറ്റിദ്ധാരണ മൂലമാണ് മതം മാറിയത് എന്നും ആതിര മാധ്യമങ്ങളോട് പറഞ്ഞു. ആതിര ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇത് മാത്രം ശരി എന്നുള്ള ഒരു അന്ധമായ വിശ്വാസമായിരുന്നു എനിക്ക്. ഇതൊക്കെ വായിച്ചപ്പോൾ ശരിക്കും ഒരു നന്മയിലേക്ക് നയിക്കേണ്ട ഒരു ദൈവം ഇത്തരം വചനങ്ങൾ പറയുമ്പോൾ അത് ശരിക്കും ഒരു ദൈവത്തിൻ്റെതല്ല. അതുപോലെ തന്നെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട്, ഞാൻ വിശ്വസിച്ചിരുന്നത് എല്ലാ മതത്തെക്കാളും സ്ത്രീകളിങ്ങനെ പർദ്ദ ഇതൊക്കെ ഇട്ട് നടക്കുമ്പോൾ കൂടുതൽ സംരക്ഷണമാണ് കിട്ടുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്താഗതി എനിക്ക്. പക്ഷേങ്കിൽ ഖുറാനിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരെക്കാളും അതായത് സ്ത്രീകളെക്കാളും ഒരു പദവി പുരുഷന്മാർക്ക് ഉയർത്തി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ ഒരു കൃഷിയിടത്തോട് ഉപമിച്ചാണ് സ്ത്രീകളെ കാണുന്നത്. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ താഴ്ത്തി കിട്ടുന്ന രീതി, അതായത് സുഖഭോഗ വസ്തുക്കളുടെ കൂട്ടത്തിലാണ് സ്ത്രീകളെ പേരും കൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ദൈവം തന്നെ ഇങ്ങനെ ഒരു സ്ത്രീകളും പുരുഷന്മാരും തമ്മിലൊരു പാർഷ്യാലിറ്റി കാണിക്കുമ്പം അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ ഖുറാനിൽ ഒരു തെറ്റോ ഒരു വൈരുദ്ധ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേങ്കിൽ ഒരുപാട് തെറ്റുകൾ, അതായത് പ്രപഞ്ച സൃഷ്ടിപ്പ് തന്നെ തെറ്റുകളാണ് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് നിശ്ചയിച്ചിട്ട് വച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, നമ്മളെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചാലല്ലാണ്ട് നിങ്ങൾ സന്മാർഗം സ്വീകരിക്കൂല, ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ദുർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് അള്ളാഹു തന്നെ ഈ നരകത്തിലിട്ട് കത്തിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഒരർത്ഥവുമില്ല. അതുപോലെ ഈ ഇസ്ലാമിക പ്രഭാഷകർ പിന്നെ വാദിക്കുന്ന ഒരു വാദമാണ്, പിന്നെ ഖുറാനിൽ തന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. അതായത് ഇത് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വചനം നിങ്ങൾ കൊണ്ടുവരൂ. അപ്പോൾ ഖുറാനിൽ തന്നെ ഇങ്ങനെ ഒരു വെല്ലുവിളിയുണ്ട്, അതായത് ഇങ്ങനെയുള്ള ഒരു വചനം നിങ്ങൾ കൊണ്ടുവരുമെന്ന്. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പ്രപഞ്ചത്തെ മൊത്തം പരിപാലിക്കുന്ന ഒരു ദൈവം ഈ ഒരു പുഴുവിനേക്കാളും ചെറുതായ ഒരു നിസ്സാരമായ ഒരു മനുഷ്യനോട് ഒരു വെല്ലുവിളി നടത്തുമ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു പവർ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു നിസ്സാരമായ ഒരു മനുഷ്യനെ വെല്ലുവിളിക്കേണ്ട അവസ്ഥയാണ് ദൈവത്തിന് വന്നിട്ടുള്ളത്. അതുപോലെ അതിലുള്ള ദൈവസങ്കല്പം എന്ന് വെച്ചാൽ ആ ദൈവത്തിന് തന്നെ പേടിയാണ്, എന്നെ അല്ലാണ്ട് വേറെ ആരെങ്കിലും ആരാധിക്കുമോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബാക്കി ഏത് തെറ്റിനേക്കാളും അള്ളാഹു പൊറുക്കാത്തൊരു തെറ്റാണ് ഷിർക്ക് ചെയ്യൽ. അതായത് അള്ളാഹുവിനെ അല്ലാണ്ട് വേറെ ദൈവത്തെ ആരാധിച്ചാൽ അത് വൻ പാപമാണ്. അപ്പോൾ അള്ളാഹുവിന് തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അള്ളാഹുവിന് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ഇത്ര ഒരു സംശയമോ പേടിയോ വരേണ്ട കാര്യമില്ല. ഇതൊക്കെ ഭയങ്കര ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യങ്ങളായിരുന്നു. എൻ്റെ ഒരു ദൈവസങ്കല്പം എന്ന് വെച്ചാൽ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്നതാവണം. പക്ഷേങ്കിൽ ഈ ഒരു ദൈവസങ്കല്പം ശരിക്കും യുക്തി അറിഞ്ഞുകൊണ്ട് ഖുറാൻ വായിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, അത് ഇതല്ല സത്യം എന്നുള്ള കാര്യം. അതുപോലെ ഈ ഇസ്ലാം വിശ്വസിച്ച സമയത്ത് തന്നെ ഞാൻ ഈ സാക്കിർ നായിക്ക് പോലുള്ളവരുടെ പ്രഭാഷണങ്ങളാണ് കൂടുതൽ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ കുറേ എടുത്തു പറയുന്ന കാര്യങ്ങളാണ്, ഖുറാൻ ശാസ്ത്രീയമായിട്ടുള്ള ഗ്രന്ഥമാണ്, എല്ലാ കാര്യങ്ങളും 1400 വർഷങ്ങൾക്ക് മുമ്പേ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇപ്പോഴാണ് തെളിയിക്കപ്പെടുന്നുള്ളത്. അത്തരം വാദങ്ങളായിരുന്നു കൂടുതൽ. അതുപോലെ കുറേ അമുസ്ലിങ്ങളെ ഈ ഒരു പിന്നെ ആധികാരികമല്ലാത്ത പുരാണങ്ങളെ കഥകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരെ ഇതുപോലെ ഇസ്ലാമിലോട്ട് കൺവേർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഒരു ഇതായിരുന്നു, ഇത് തന്നെ ശരി എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയപ്പോൾ ഇത് സത്യമല്ല എന്ന് എനിക്ക് ബോധ്യമായതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തം ധർമ്മമായ ഹിന്ദു ധർമ്മത്തെ ഞാൻ പഠിക്കാത്തതാണ് ശരിക്കും ഇതിലോട്ട് എന്നെ ആകർഷിക്കാൻ ഇടയായത്. അതിനൊരു സാഹചര്യം ശരിക്കും പറഞ്ഞാലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ആർഷവിദ്യാലയം വിദ്യാസമാജം പോലുള്ള ഒരു സ്ഥാപനം ശരിക്കും ഈ ലോകത്ത് വെച്ച് നോക്കി ഇവിടെ ഉണ്ടാവും. അതായത് എല്ലാ മതത്തെക്കുറിച്ചും പഠിച്ചിട്ട് ഏതാണോ ശരിയായത് അത് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്കറിഞ്ഞത്. അതായത്
ബാക്കിയെല്ലാ സ്ഥലത്തും അവരുടെ മതം മാത്രമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിലോ എല്ലാ നിങ്ങൾ ഇത് തന്നെ വിശ്വസിക്കണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. അതായത് ഇപ്പോൾ ക്രിസ്തു മതം, ഇസ്ലാം മതം, അങ്ങനെ എല്ലാ മതങ്ങളും, അതുപോലെ ഹിന്ദു മതം, എല്ലാ മതങ്ങളും നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ഏതാണോ ശരി അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ ഒരാശയമാണ് ഇവിടെയുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം ഇസ്ലാം തെറ്റാണെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. ശേഷം എൻ്റെ ലക്ഷ്യം എന്താണോ അതെനിക്ക് നേടണം. അതായത് എനിക്ക് എന്താണോ ഈശ്വരൻ അതെനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തം ധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അതായത് ഇവിടെ തന്നെ ഒരു കോഴ്സുണ്ട്, ആധ്യാത്മിക ശാസ്ത്രം. അത് പഠിച്ചപ്പോഴാണ് ശരിയായ ദൈവസങ്കല്പം എനിക്ക് ബോധ്യപ്പെട്ടത്. ശരിക്കും ഇപ്പോൾ മറ്റുള്ള ഇസ്ലാമിക പ്രഭാഷകർ വാദിക്കുന്ന പോലെ തന്നെ കുറേ ആധികാരികമല്ലാത്ത കുറേ പുരാണങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവർ വാദിക്കുക. അതിലത്തെ കുറേ കഥകളൊക്കെ എടുത്ത്. പക്ഷേങ്കിൽ അത് ആധികാരികമല്ല. നമ്മൾ ഈ വേദങ്ങളും അതുപോലെ വേദങ്ങളിലായാൽ തന്നെ അതിൽ തെറ്റുള്ള കാര്യം കണ്ടാൽ അത് നമ്മൾ തള്ളിക്കളയുക, ശരിയായത് തിരഞ്ഞെടുക്കുക. അതിനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മളെ ധർമ്മത്തിലുണ്ട്. അതായത് നന്മ തിരഞ്ഞെടുക്കുക, തിന്മയെ വെടിയുക. ആ ഒരു ആശയമാണ് നമ്മുടെ സനാതന ധർമ്മത്തിലുള്ളത്. പിന്നെ അതുപോലെ ഇസ്ലാം മതത്തിലുള്ള പോലെയോ ക്രിസ്തു മതത്തിലുള്ള പോലെയോ ഈ ഗ്രന്ഥം തന്നെ നിങ്ങൾ ലോകാവസാനം വരെ വിശ്വസിക്കുക. മരിക്കുന്നവരെ ഈ ഗ്രന്ഥം തന്നെയാണ് ശരി, ഇതിൽ മാത്രം വിശ്വസിക്കുക. അതിൽ സംശയങ്ങളൊന്നും വരാൻ പാടില്ല. ഇത് തന്നെ കണ്ണടച്ച് വിശ്വസിക്കുക. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ഒന്നും തന്നെ ഈ സനാതന ധർമ്മത്തിലില്ല. അതായത് നമ്മളുടെ ലക്ഷ്യം എന്താണോ നന്മയാണെങ്കിൽ ആ നന്മയെ മാത്രം സ്വീകരിക്കുക. തിന്മയാണെങ്കിൽ അത് നമ്മൾ തള്ളിക്കളയുക, പൂർണ്ണമായിട്ടും തള്ളിക്കളയുക. ഒരു നിർബന്ധമായ കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല. ശരിയായ ഈശ്വര സങ്കല്പം, അതായത് ഈ ലോകത്തെ മുഴുവൻ പരമ നന്മ കൽപ്പിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും ശ്രേഷ്ഠമാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ ധർമ്മത്തിനുള്ളത്. അപ്പോൾ ഒരു ശരിയായതും ഒരു മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കുന്നതുമായ ഒരു ദൈവസങ്കല്പം എനിക്ക് കാണാൻ കഴിഞ്ഞ എൻ്റെ സ്വന്തം ധർമ്മത്തിൽ തന്നെയാണ്. അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയാണ്ട് പോയത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ ഞാൻ പോയതിന് ശേഷമാണ് ശരിക്കും അവർ ഇടപെട്ടത് എൻ്റെ കാര്യത്തിൽ. പിന്നെ അഫിഡവിറ്റ് ഉണ്ടാക്കാൻ തന്ന അവരും ഇതിൻ്റെ ആൾക്കാരായിരുന്നു. അതിന് മുമ്പൊന്നും അവർ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലേക്ക് പോയതിന് ശേഷം ആണ് ഇവരുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ ഈ വിദേശത്തൊക്കെ ഇപ്പോൾ ഈ മതമാണ് ഒരുപാട് ആളുകൾ വിദേശത്ത് ചെറിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടല്ലോ. അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഏത് ക്ലാസ്സുകളൊക്കെ പറയാറുണ്ടായിരുന്നു? ശരിക്കും എന്നോട് ഇങ്ങനെ അതായത് ഇങ്ങനെ നാട് വിട്ട് പോകണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇവരാരും തന്നെ. പക്ഷേങ്കിൽ ഇത്തരം പ്രോത്സാഹനം നൽകുന്നത് ഈ ഒരു ആശയം തന്നെയാണ്. ഇസ്ലാമിൻ്റെ ആശയം തന്നെ അതാണ്. അതായത് ഇവിടെ നടക്കുന്നത് ശരിയായ ഇസ്ലാമിക രീതികളല്ല. ശരിക്കും അത് ശരിയാണ്. കാരണം ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന രീതിയല്ല ഇവിടെ ഉള്ളത്. അതിലെന്ന് പറഞ്ഞാൽ അന്യമതസ്ഥരോട് പിന്നെ നിങ്ങൾ യുദ്ധം ചെയ്യുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ശരിക്കും അവർ ചെയ്യുന്നത് ശരിക്കും ഇതനുസരിച്ചുള്ള ജീവിതമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഈ ആശയം തന്നെയാണ് ശരിക്കും നമ്മൾ അങ്ങോട്ട് എത്തിക്കുന്നത്. ഇല്ല, സത്യസന്ധ പോയിട്ടില്ല. കത്ത് ശരിക്കും എൻ്റെ സ്വന്തം ആശയമായിരുന്നു കത്ത്. അതായത് അച്ഛനമ്മയും മാറാത്ത സ്ഥിതിക്ക് അവരും കൂടെ ഒന്ന് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എഴുതിയത്. അത് ഇസ്ലാമിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് എഴുതിയത്. ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നീ നല്ല ഉറച്ചിട്ടാണോ ഈ ഒരു തീരുമാനം എടുത്തത് സ്ഥാപനത്തിൽ പോകണമെന്ന്? അച്ഛനമ്മയും പിന്നെ കരഞ്ഞു പറഞ്ഞാൽ പിന്നെ നീ ഇങ്ങനെ മനസ്സലിഞ്ഞൊന്നും പോകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവാണ്, നസീബ എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ റിലേറ്റീവ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണ്. ഇല്ല, എന്നോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഇല്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല.
ഇല്ല, വിവാഹം കഴിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് എന്നോട് പറഞ്ഞു പിന്നെ ഹേബീസ് കൊടുത്താൽ എളുപ്പം, അതുപോലെ തന്നെ ഇപ്പോൾ വിവാഹം കഴിക്കാനിപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമാവെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഭർത്താവിൻ്റെ ഒപ്പം പോകണമെന്ന് പറഞ്ഞാൽ കോടതി അങ്ങനെ ചെയ്യും, അപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലായി കിട്ടും. പക്ഷേ എനിക്കങ്ങനെ ആളില്ലാത്ത കൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇതിന് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഈ കണ്ണൂർ ജില്ലയിൽ എവിടെയായിരുന്നു താമസിച്ചത്? ഇരിപ്പിലാണ് ആനീസിന്റെ റിലേറ്റീവിന്റെ വീടാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൂരിൽ എവിടെയാണെന്ന് പറയും? കണ്ണൂർ സ്ഥലം ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ. കണ്ണൂർ തന്നെയാണ്, ജംഗ്ഷൻ അടുത്ത് തന്നെയാണ്. മറ്റേ ഐഡിയോളജിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചൊന്നുമില്ല. അങ്ങനെ വീട് വിട്ട് പോയ ശേഷമാണ് പോപ്പുലർ ഫ്രണ്ട് വന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് തുടക്കത്തിൽ എപ്പോഴെങ്കിലും അവര് ഫോഴ്സ്ഫുള്ളായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യിക്കാൻ, അതോ ആ സ്റ്റേജിലൊക്കെ അവരിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയായിരുന്നു, അതോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകാൻ പോകുന്നു എന്നുള്ളതായിരുന്നു? അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത്. അതായത് ഇതാണ് ശരിയെന്ന് അവരെന്നോട് അങ്ങനെ പറഞ്ഞ് എന്നെ കൊണ്ട് മനസ്സിലാക്കി തരികയാണ് ചെയ്തത്. അപ്പോൾ അത് തന്നെ ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. ശരിക്കും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത് ഞാൻ, സത്യം പറഞ്ഞാൽ. വീട് വിട്ടിറങ്ങിയ ശേഷം അതിലയുടെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനത്തിലാണോ അതോ മറ്റുള്ളവർ പറഞ്ഞനുസരിച്ചാണോ? അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യായിരുന്നു. അതായത് വീട്ടിൽ എനിക്കൊന്നും പറ്റുന്നില്ല, പിന്നെ ഈ ഇസ്ലാമിക അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. അതുപോലെ വീട്ടുകാരെ എതിർക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ അവരൊക്കെ ആയിരുന്നു എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ടായത്. അത് മതം പഠിക്കാൻ സ്ഥാപനത്തിൽ തന്നെ പോകണം, അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, അങ്ങനെ ഒരു രീതിയിൽ എത്തിച്ചേരുക ചെയ്തത്. അത് മലപ്പുറത്തുള്ള ആസിഫ് എന്ന പേര്. അവരോട് ഫോണിലായിരുന്നു കോണ്ടാക്ട് ഉണ്ടായിരുന്നത്. ഫോണിലുണ്ടായിരുന്നു. അത് എനിക്ക് ഇതിലോട്ട് വന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തൊക്കെ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ ഉസ്താദിനോട് അന്വേഷിച്ചാൽ മതി, നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് നമ്പർ തന്നത്. അങ്ങനെയാണ് ആ ഉസ്താദിനെ കോണ്ടാക്ട് ചെയ്തത്. അത് ഹിദായത്ത് സിസ്റ്റേഴ്സ് എന്നാണ് പേര്. അതിൽ എല്ലാവരും ഈ മറ്റുള്ള മതത്തിൽ നിന്ന് ഇസ്ലാമിലോട്ട് കൺവേർട്ട് ചെയ്തവരാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം സാധാരണ പരിചയപ്പെട്ടു, പിന്നീട് ഇസ്ലാമിക കാര്യങ്ങൾ ചർച്ച ചെയ്യും, ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പിന്നെ ഖുറാനിലത്തെ ഓരോന്ന് പറഞ്ഞു, ആയത്തുകൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കോട്ടിങ്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരുന്നു, ഇസ്ലാമിക കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തിട്ടുണ്ടായത്. പിന്നെ കുറേ പേര് ലീഗലി ഇസ്ലാമിലോട്ട് വന്ന് കുറേ വർഷം ആയവരുണ്ട്, ഇപ്പോൾ എന്നെപ്പോലെ ഇതിലേക്ക് വരാൻ പോകുന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം അവരുടെ അനുഭവങ്ങളും ഇതൊക്കെയായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാനിപ്പോൾ സത്യവിശ്വാസിയായി, അതായത് ഇസ്ലാം വിശ്വസിച്ച സ്ഥിതിക്ക് ഇതനുസരിച്ച് ഞാൻ സത്യവിശ്വാസിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും വിശ്വസിക്കാത്തടത്തോളം കാലം അവർ കാഫിറുകളാണ്, ഇസ്ലാം മതവിശ്വാസപ്രകാരം അവർ സത്യനിഷേധികളാണ്. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ നരകത്തിലോട്ടല്ലേ പോകുന്നത്, ഇത് വിശ്വസിക്കാത്തവരൊക്കെ നരകത്തിലാണ്. അപ്പോൾ ആ ഒരു ചിന്ത വന്നപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാത്തതല്ലേ, എൻ്റെ അച്ഛനും അമ്മയും നരകത്തിലോട്ട് പോകുമ്പോൾ അതെനിക്ക് സഹിക്കാം. ആ ഒരു ചിന്ത അതാണ് ശരിക്കും അച്ഛനും അമ്മേനും കൂടെ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നിപ്പിച്ചത്. ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. മുമ്പ് ഇതുപോലുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിലോട്ട് വന്നതിന് ശേഷമാണ് ഇത്തരം ഒരു ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പൊന്നും അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ പ്രഭാഷകരുടെ സ്പീച്ചൊക്കെ കേട്ടേരം ഞാൻ പറഞ്ഞില്ലേ, ഈ സത്യനിഷേധികളെ യുദ്ധം ചെയ്യാൻ പറയുന്ന അത്തരം പിന്നെ ഇതൊക്കെ സംശയങ്ങളൊക്കെ എനിക്ക് അന്നേരം തോന്നിയപ്പോൾ ഞാൻ പ്രഭാഷണങ്ങൾ ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ യുദ്ധത്തിൻ്റെ സമയത്ത് ഇറങ്ങിയതാണ്, അങ്ങനെയുള്ള ഒരു എക്സ്ക്യൂസസ് ആയിരുന്നു ഇവരൊക്കെ. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവരെനിക്ക് പറഞ്ഞിരുന്നത് അതൊന്നും പിന്നെ ആ സന്ദർഭത്തിൽ വന്നതാണ്, പിന്നെ എല്ലാവരോടും അത് പറയുന്നതല്ല. പക്ഷേങ്കിൽ ഒന്നാലോചിക്കണം, ഈ ഖുർആൻ എന്ന് പറയുന്നത് ആദ്യം മുതൽ ലോകാവസാനം വരേക്കുള്ള അതുപോലെ
നമ്മൾ അനുഷ്ഠിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇത്തരം വചനങ്ങൾ സന്ദർഭത്തിന് അനുസരിച്ചാണെന്ന് പറയുമ്പോൾ അതിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, വിട്ടുകളയാൻ പറ്റില്ല. അപ്പോൾ അതിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പക്ഷേങ്കിൽ അവർ വാദിക്കുന്നത് യുദ്ധത്തിൻ്റെ സമയത്ത് ഇറങ്ങിയത് കൊണ്ടാണ്, അത് എല്ലാവരോടും പറയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ മുസ്ലിം അല്ലാത്തവരൊക്കെ വെട്ടിക്കൊല്ലൂരെ, അങ്ങനെയൊക്കെയുള്ളൊരു വാദമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. അതിന് മുമ്പ് എത്ര നാൾ മുമ്പ് ഇതിലേക്ക്, അതായത് തുടക്കത്തിൽ എങ്ങനെ ഫ്രണ്ട്സ് ഈ കുട്ടികൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നതാണോ അതോ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് അവരോട് അങ്ങോട്ട് ചോദിച്ചിട്ട് അവരുടെ ഇടപെടലാണോ? അതായത് ആദ്യം മുമ്പേ എൻ്റെ ഫ്രണ്ട്സൊക്കെ മുസ്ലിം കുട്ടികളായിരുന്നു. അപ്പോൾ അവരുടെ രീതിയൊക്കെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അതായത് ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം ഉണ്ടായാൽ പോലും നമ്മൾ പഠിക്കാനാണ് കൂടുതൽ സമയം നോക്കുക, കിട്ടുന്ന സമയത്തൊക്കെ പഠിക്കാൻ നോക്കുക. പക്ഷേങ്കിൽ അവരാണെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് അപ്പം തന്നെ നിസ്കരിക്കുക. അപ്പോൾ അവരതങ്ങനെ എടുത്ത് പറയും. അപ്പോൾ എനിക്കൊരു ഒരു അത്ഭുതമായിരുന്നു. അതായത് നമ്മളിതിലൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു തോന്നൽ. അപ്പോൾ അവർ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ എടുത്ത് പറയുകയും ചെയ്യും, ഞങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ്. അത് ദൈവത്തോട് അത്രയ്ക്കൊരു ആത്മബന്ധം, അതൊക്കെ അവരങ്ങനെ എടുത്ത് പറയും. അതിലൊക്കെ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെടുക ചെയ്തത് ഞാൻ. ജാക്കിർ നായിക്കിൻ്റെ ഒക്കെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് സെക്ഷനൊക്കെ ഉണ്ടാകുന്നില്ല, അപ്പോൾ അതിലൊക്കെ പുരാണങ്ങൾ എടുത്ത് വെച്ചുകൊണ്ടാണ് അവർ വാദിക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ സ്വന്തം ധർമ്മത്തെക്കുറിച്ച് അറിയാത്തപ്പോൾ നമുക്ക് അവരോട് പറയാൻ ശരിക്കും ഉത്തരങ്ങളില്ല. അതാണ് അവർ മുതലെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മളെ കാഞ്ഞങ്ങാടിൻ്റെ ഇതില്ലേ നമ്മൾ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ എവിടെ 17 ദിവസം എവിടെ ഉണ്ടെന്നുള്ള യാതൊരു രൂപവും ഭാവമൊന്നും നമുക്കൊന്നും അറിയില്ല. പോലീസ് ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഹേബിയസിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം. അത് നമ്മളെ ഹിന്ദു ഹെൽപ്പ് ലൈൻ്റെ അവർ നമ്മളെ സമീപിച്ചിട്ട്, അപ്പോൾ ആ ഇതിലാണ് നമുക്ക് ഹേബിയസിൻ്റെ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ കാഞ്ഞങ്ങാട് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അവിടുന്ന് നമ്മളെ കയ്യിൽ വരാത്ത അന്ന് ഇവിടെ പോയല്ലോ വന്നിട്ട്. അപ്പോൾ അന്ന് പിന്നെ 3 ദിവസം പിന്നെ അത് ഞാനിത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ അവർ ഇത് ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നു, ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയുന്നു. അപ്പം അന്ന് ഇവിടെ ബന്ധമന്ദിരത്തിലേക്ക് മാറ്റി അന്ന് രാത്രി. പിറ്റേന്നാൾ അന്ന് നമുക്കൊരു വിഷമമായി, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അന്ന് രാത്രി ഒരു ഇതുമില്ല, എവിടെ പോകണം, എങ്ങനെ പോകണം. അപ്പം വീണ്ടും ഹിന്ദു ഹെൽപ്പ് ലൈനിൻ്റെ അവരെ സമീപിച്ച് അവർ വന്നു, നാളെ പിന്നെ അവൾ 10 മണിക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇറങ്ങുമ്പോൾ ഒന്ന് പോയാൽ നോക്കാം. അപ്പോഴത്തേക്ക് അവിടെ ഒരു അന്തരീക്ഷം തന്നെ ഒരു വല്ലാണ്ട്, ആ മുമ്പിൽ കുറേ വേറെ നമുക്ക് പരിചയമില്ലാതെ ഒരു ആൾക്കാർ വന്ന് ഇങ്ങനെ ഇവിടെ പൊക്കാനുള്ള ഉദ്ദേശം നമുക്ക് മനസ്സിലായി. ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു കറുത്ത കാറിൽ ഒരാൾ വന്ന് അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ കൈവിട്ട് പോവുമോ, എന്താ ചെയ്യേണ്ടതെന്നൊരു ഭാവം ഒന്നും തിരിയുന്നില്ല. അവസാനം നമ്മുടെ ഒരു സാറാട് വന്നിട്ട് ഞങ്ങൾ പറയണ്ടേ ഇങ്ങനെ ഒരാളിങ്ങനെ കറങ്ങുന്നുണ്ട്, ആരെന്നും അറിയില്ല സാറേ. അപ്പോൾ അതിനെന്താ വേണ്ടത്. അപ്പോൾ അവർ പോഴ്സിനൊക്കെ ഉപയോഗിച്ചിട്ട് അന്ന് അങ്ങനെ പൊക്കി നമ്മളെ 3 ചായക്ക് വേണ്ടിയിട്ട് പോയത്. പിന്നെ നമ്മളന്ന് വീട്ടിൽ പോയല്ലോ. വീട്ടിൽ പോയിട്ട് പിന്നെ മത്സരത്തിലേക്ക് പിന്നെ ഇവൾക്ക് ഒരു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിരുന്നു. അപ്പോൾ ഇവിടെ സങ്കടം എന്താണെന്ന് അന്ന് നമ്മൾ അറിഞ്ഞു, കരഞ്ഞു. പിന്നെ ഇപ്പം ഞങ്ങൾ പറഞ്ഞു കരയാനും വേണ്ട, നമുക്ക് നിൻ്റെ വിശ്വാസം എങ്ങനെ വെച്ചാൽ അങ്ങനെ ചെയ്യാം. അവർ എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് ഈ എറണാകുളത്ത് KBS പുറത്തെ അത് അന്ന് തന്നെ 9 മിനിറ്റിനുള്ളിൽ അത് നമുക്ക് KBS ക്ലിയറായി. വീണ്ടും 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് 31-ന് ഇങ്ങോട്ട് വരുന്നു. അന്ന് ഇവിടെ വെച്ചിട്ട് നമ്മളെ കയ്യിൽ തന്നു.
ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതുപോലെ വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു നിസ്സായ ഭാഗത്തിൽ വന്ന് വീട്ടിൽ തിരിച്ചുപോയി. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി അവർ ഇത് പഠിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് ഇവരെ ഹെൽപ്പ് അവർ വീണ്ടും പറഞ്ഞു നമുക്കൊന്ന് പേടിക്കേണ്ട നല്ല സാഹചര്യം ഉണ്ടാക്കി തരാം. അങ്ങനെ മനോജ് സാറിൻ്റെ ഒരു ഇത് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് താല്പര്യപ്രകാരം നമ്മൾ കൂടെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ആ ഒരു ഇത് സമാധാനം അന്ന് തോന്നി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സാറിൻ്റെ ഒരു ഇതും ഇടപെടലുകൾ പോയാണ് നമുക്ക് നമ്മളെ അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം നമുക്ക് കൂടുതൽ അറിയാൻ നോക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനം കിട്ടും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ 10 എന്താ ഏതാ ഒരാളുടെ ഇതൊക്കെ അനുഭവിച്ചതിന് കഴിയും. ഇവളെല്ലാം 5-8 ദിവസം ഒന്നും തീരെ കുടിച്ചില്ല. കട്ടിൽ കിടന്നു എണീക്ക് ഞാനൊന്ന് പൊട്ടി കരണം എന്നുണ്ടെങ്കിൽ എവിടെ ഞാൻ പോലും അപ്പോൾ അന്നേരം കൂടി നമ്മൾ ഹിന്ദു അവരെ പിന്നെ വലിയൊരു സമാധാനം തരുന്ന ഒരു എന്തോ ഒരു പ്രതീക്ഷ കിട്ടുന്നില്ലൊരു നല്ലതുണ്ടായി. നമുക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന പിന്നെ ഇപ്പോൾ നല്ലൊരു സമാധാനം തോന്നുന്നു. നിങ്ങളെ കൂടെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് സന്തോഷം വീട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ ഹൈക്കോടതി പറഞ്ഞപ്പോൾ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അല്ല ഇവളിപ്പോൾ എനിക്കിപ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇവള് എന്ത് ചെയ്യുന്നപ്പോൾ കൈവിട്ട് പോകാനിരിക്കുമ്പോൾ അപ്പോൾ ഇവളെ അനുസരിച്ചിട്ടാണ് ഇവളെ പറഞ്ഞ് നമുക്കിങ്ങനെ ഇത് അറിയണം എന്താണ് ഇതിൻ്റെ സത്യമെന്നല്ല അറിയണ്ടേ. ആ അറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീണ്ടും അവർ കോൺടാക്ട് ചെയ്ത് അവരാണ് ഈ സമാധാനം പറയുന്നത്. അങ്ങനെയാണ് ഈ സാഹചര്യം ഒരുക്കി തരുന്നത്. അപ്പോൾ നമ്മുടെ 2 ടീച്ചർമാർ വന്ന് കാര്യങ്ങൾ പറഞ്ഞ അതെല്ലാം ശരിയായി. അതിൻ്റെ ഒരു സമാധാനം ഇപ്പം ഉണ്ട്. ഇതിൻ്റെ ഇവിടെ എല്ലാവർക്കും എനിക്ക് പറഞ്ഞാൽ തീരാത്തൊരു ഇതാണ്. ഏകദേശം അവർ നമുക്ക് ചെയ്തായിരുന്നു. പക്ഷെ അത് എവിടെ നിന്നല്ല 17 ദിവസം എന്താണെന്നൊന്നും അറിയുന്നില്ല. നമ്മൾ രാത്രി ഇവിടെ ഒറ്റ വിളിച്ചോട്ടെ വെച്ച് ഞാൻ മൊബൈലിൽ സ്വിച്ച് ആക്കി മിസ് കോൾ റിങ് ചെയ്തൊന്നും എവിടെയും കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെ ഒന്നും ഒരു രൂപ ഒന്നും തിരുന്നില്ല. പക്ഷേ ആ സമയത്ത് ഒരിക്കൽ ഒരു ഫോണാക്കിയിരുന്നെങ്കിൽ ഒരു സ്ഥലത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു അങ്ങനെ ഒരു ഉറങ്ങാത്ത രാത്രികൾ അങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങൾ അത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതിനു മുമ്പ് കുറേ ശ്രമങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇവരോട് സംസാരിച്ചിട്ടുണ്ട്. ബുക്സൊക്കെ അച്ഛന് ഖുറാനൊക്കെ വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അന്നേരമൊക്കെ ചെറിയൊരു അസുഖമായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ വായിക്കുമല്ലോ, വായിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, വായിച്ചു. പക്ഷെ നമ്മളൊരു ഒരു കുറച്ചൊക്കെ നമ്മളെ ധർമ്മം ഞാൻ പഠിച്ചില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ അന്ന് ഇവക്കും അറിയാവുക. ഞാൻ എഴുന്നേറ്റിട്ടേ ഇല്ല. റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പക്കണിട്ടേ ഇല്ല. ഇല്ല ഒന്നും പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്നു പറഞ്ഞിട്ട് പോയത്. ഡോക്ടറെ അടുത്ത് പോകുന്നു ഞാൻ വേഗം വരാം ഡോക്ടറെ അടുത്ത് പോയിട്ട് വരുന്നത് പറഞ്ഞിട്ട് പോയത്. ആ കത്ത് കിട്ടി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ. ഇങ്ങനെ തിരിച്ചു പോന്ന ശേഷം പിന്നെ അവരെ കോൺടാക്ട് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതിന് ശേഷം കോൺടാക്ട് ചെയ്തിട്ടില്ല. അവർക്കിങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു, അതായത് അവരിങ്ങനെ കൂടുതൽ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അവർക്ക് ഇങ്ങനെ ചേർത്ത് കൺവേർട്ട് ചെയ്യുക എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു, അതോ അവര് അങ്ങനെ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ അവരങ്ങനെ സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ? എന്താ ശരിക്കും പറഞ്ഞാൽ അവര് സ്വന്തം മതത്തിലോട്ട് ഒരാൾ വരുന്നെന്ന് പറയുമ്പോൾ ഉള്ള സഹായങ്ങൾ ചെയ്യുമല്ലോ, ആ ഒരു രീതി വെച്ചുകൊണ്ട് അവർ ചെയ്തത്. പക്ഷെങ്കിൽ എന്നെ കൂടുതൽ അതിലേക്ക് കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവരൊന്നും എനിക്ക് ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരാഗ്രഹമില്ല എനിക്ക്.
മതപരിവർത്തനത്തിന് വിധേയയാകേണ്ടി വന്നതിൻ്റെ സാഹചര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ആതിര. ഇപ്രകാരം നടക്കുന്ന നിർബന്ധിതമായ മതപരിവർത്തനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന് തീർച്ചയായും പങ്കുണ്ട് എന്ന് ആതിര സധൈര്യം വെളിപ്പെടുത്തുന്നു. സ്വധർമ്മത്തിലേക്ക് ഇപ്പോൾ മടങ്ങി വന്നിരിക്കുകയാണ്. സ്വധർമ്മത്തിലേക്ക് മടങ്ങി വന്നത് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് എന്ന് ആതിര പറയുന്നു. തുടർന്ന് പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ എൻ്റെ ധർമ്മത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ആദ്യം പഠിക്കണം, അതന്നെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വന്ന ഒരവസ്ഥയിൽ വേറൊരു അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവരുത്. അതായത് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട പോലെ ഇനി ഒരു കുട്ടിയും ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെടരുത്. അതായത് നമ്മൾ സ്വന്തം ധർമ്മത്തെക്കുറിച്ച് ആദ്യം പഠിക്കണം എല്ലാവരും. അതിനുള്ള സാഹചര്യം എല്ലാ മാതാപിതാക്കളും ഉണ്ടാക്കി കൊടുക്കണം, അവരും പഠിക്കണം. അതായത് അതിന് ഏറ്റവും വലിയൊരു സഹായം എന്ന് വെച്ചാൽ ആർഷവിദ്യാ സമാജം എന്ന് പറയുന്ന ഈ സ്ഥാപനം തന്നെയാണ്. അതായത് എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് സത്യം ഏതെന്ന് മനസ്സിലാക്കാനും അത് വിശ്വസിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുന്ന ഈ സ്ഥാപനം മാത്രമാണ്. അതുകൊണ്ട് സ്വന്തം ധർമ്മത്തെ എല്ലാവരും ആദ്യം പഠിക്കുക, എന്നാൽ മാത്രമേ ഇനിയൊരു ആതിര ഇല്ലാണ്ട് നിൽക്കുകയുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും സങ്കടപ്പെട്ടത് എനിക്ക് ആ ഒരു സങ്കടം ശരിക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അയ്യോ, ഈ ഒരവസ്ഥ അച്ഛനമ്മയ്ക്ക് ഉണ്ടാവാനും പാടില്ല. തനിക്കുണ്ടായതുപോലുള്ള ഒരു അനുഭവം ഇനി മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാകരുത്. തൻ്റെ അച്ഛനും അമ്മയും വേദനിച്ചതുപോലെ ഇനി മറ്റൊരു അച്ഛനും അമ്മയും വേദനിക്കരുത്, ഇനിയൊരു ആതിര ഉണ്ടാകരുത് എന്ന വാക്കുകളോടെ തന്നെയാണ് ആതിര തൻ്റെ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്.